അങ്ങനെ പതിവ് പോലെ അവൻ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് മക്ഗോവൻ സാന്റിയാഗോയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. ജാമി എന്ന പ്ലെയർ വന്ന് സാന്റിയാഗോയെ പിടിച്ചുമാറ്റി. അന്നു മുതൽ ജാമിയും സാന്റിയാഗോയും നല്ല സുഹൃത്തുക്കളായി മാറി. വൈകുന്നേരങ്ങളിൽ ജാമിയോടൊപ്പം പബ്ബിലും ബാറിലുമെല്ലാം സാന്റിയാഗോ സ്ഥിരമായി പോയി തുടങ്ങി. ഒരിക്കൽ റോസിനെ സാന്റിയാഗോ ക്ലബ്ബിൽ വെച്ച് കണ്ടുമുട്ടി. അവർ വളരെ നേരം പരസ്പരം സംസാരിച്ചു. റോസിന് ഫുട്ബോൾ കളിക്കാരെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അവർ പെണ്ണുപിടിയന്മാരും കള്ളുകുടിയന്മാരുമാണെന്നാണ് റോസിന്റെ വാദം. എന്നാൽ റോസിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നാണ് സാന്റിയാഗോയുടെ മനസ്സിൽ. ജാമിയോടൊപ്പം സാന്റിയാഗോ പരിശീലനം തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ മാച്ചിനിടയിൽ സാന്റിയാഗോ ബോൾ പാസ് ചെയ്യാത്തത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവനെ വിളിച്ചു വരുത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ മാനേജർ നൽകി. ബോളിനെപ്പോഴും നിങ്ങളെക്കാട്ടിലും വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്നും അതുകൊണ്ട് തന്നെ പാസ് ചെയ്താണ് കളിക്കേണ്ടതെന്നും മാനേജർ പറയുന്നു. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം, നിങ്ങളുടെ ജേഴ്സിയുടെ മുമ്പിലുള്ള പേരാണ് പുറകിലുള്ള പേരിനേക്കാട്ടിലും വിലപ്പെട്ടത്. സാന്റിയാഗോ അത് ശ്രദ്ധയോടെ കേട്ടുനിന്നു. അവൻ തന്റെ ശക്തമായ പരിശീലനം തുടർന്നു. സമയം എത്ര കഴിഞ്ഞാലും സാന്റിയാഗോ തന്റെ പരിശീലനത്തിൽ ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല. സാന്റിയാഗോ വളരെയധികം കഷ്ടപ്പെടുന്നത് മാനേജർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ന്യൂകാസിലിലെ റിസർവ് ടീം പ്രസിദ്ധീകരിച്ചു. അതിൽ സാന്റിയാഗോയുടെ പേരും ഉണ്ടായിരുന്നു. റിസർവ് ടീം എന്ന് പറയുന്നത് ഓരോ ക്ലബിന്റെയും സെക്കൻഡറി ടീമുകളായിരുന്നു. തന്നെ സെക്കൻഡറി ടീമിൽ എടുത്തു എന്ന വിവരം സാന്റിയാഗോ ആദ്യമായി പറയുന്നത് തന്റെ പ്രണയിനിയായ റോസിനോടാണ്. റോസ് സന്തോഷത്തോടെ സാന്റിയാഗോയെ ആശംസിച്ചു. ഇതേ സമയം ലോസ് ആഞ്ചലസിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ 3 ആഴ്ച കൊണ്ട് തന്നെ സാന്റിയാഗോ ക്ലബിന്റെ റിസർവ് ടീമിൽ ഇടം പിടിച്ച കാര്യം അമ്മൂമ്മ അച്ഛനെ അറിയിക്കുന്നു. പക്ഷെ അച്ഛന് പുച്ഛമായിരുന്നു. അവൻ എന്നോടൊന്നും പറയാതെയാണ് പോയത്, പിന്നെ അവന്റെ കാര്യങ്ങൾ ഞാൻ എന്തിനു കേൾക്കണമെന്നായിരുന്നു അച്ഛന്റെ മറുപടി. അധികം വൈകാതെ തന്നെ റിസർവ് ടീമിന്റെ ആദ്യ കളി വന്നെത്തി. ഇൻഹെയിലർ ശ്വസിക്കാനെടുത്ത സാന്റിയാഗോയുടെ കയ്യിൽ നിന്ന് അത് താഴേക്ക് വീഴുന്നു. ആ വഴി നടന്നു പോവുകയായിരുന്ന മക്ഗോവൻ അത് ചവിട്ടിപ്പൊട്ടിച്ചു. സാന്റിയാഗോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉടൻ തന്നെ കളി ആരംഭിച്ചു. സാന്റിയാഗോയ്ക്ക് തുടക്കം മുതൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ മികച്ചൊരു കളിയും നടത്താൻ അവന് സാധിച്ചിരുന്നില്ല. അവന്റെ അന്നത്തെ പ്രകടനം തികച്ചും മോശമായിരുന്നു. അധികം വൈകാതെ തന്നെ സാന്റിയാഗോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയെത്തിയ സാന്റിയാഗോ നിരാശനായി അവിടെയിരുന്നു. അന്നത്തെ കളിക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കോച്ച് അവനോട് തിരക്കി. സാന്റിയാഗോ മറുപടിയൊന്നും പറഞ്ഞില്ല. കോച്ച് അവനോട് കാര്യം പറഞ്ഞു, അവനെ ടീമിൽ നിന്ന് പുറത്താക്കിയെന്ന്. വേദനയോടെ സാന്റിയാഗോ ക്ലബിന് പുറത്തേക്ക് നടന്നു. അവിടെ നിന്ന് സാന്റിയാഗോ പോയത് തന്റെ കാമുകിയുടെ വീട്ടിലേക്കായിരുന്നു, റോസിന്റെ വീട്ടിലേക്ക്. അവിടെ റോസിന്റെ അമ്മ സാന്റിയാഗോയെ സ്വാഗതം ചെയ്തു. ഇരുവരും രസകരമായി വിശേഷങ്ങൾ പങ്കുവച്ചു. ശേഷം റോസിന്റെ മുറിയിലേക്ക് എത്തി. റോസിനോട് അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ചെക്കപ്പിന്റെ സമയത്ത് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. എനിക്ക് ആസ്മയുണ്ട്. അത് പറഞ്ഞാൽ എനിക്ക് സെലക്ഷൻ കിട്ടില്ല എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ ക്ലബിൽ നിന്ന് പുറത്താക്കിയെന്നും സാന്റിയാഗോ പറഞ്ഞു. റോസ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സാന്റിയാഗോയ്ക്ക് വിഷമം അടക്കാനായില്ല. അവൻ സ്വയം കുറ്റപ്പെടുത്തിയും താൻ ഭാഗ്യമില്ലാത്തവനാണെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു.